യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ കേൾക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ, എന്റെ സങ്കട യാതന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിയും ഉള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബോധത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിലൊട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളിൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വായിച്ച സങ്കീർത്തനത്തിനായി നന്ദി. ഈ സങ്കീർത്തനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ട നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശത്രുവിന്റെ നുണകൾ, പോഷ്കും. എന്നാല് ദൈവം തന്റെ ജനത്തിനെതിരായിട്ട് പറയുന്ന പോഷ്കുകള്, നുണകളെയൊക്കെയും ദൈവം പ്രതിരോധിക്കുന്നു എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടി മൊത്തത്തിൽ നമ്മൾക്ക് ഇത് കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് ഒരു ദൈവത്തോടുള്ള ആ ബന്ധത്തിന്റെ ഒരു രഹസ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രാർത്ഥനയിൽ കൂടിയാണ്. ദൈവത്തോടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം, പ്രാർത്ഥനയിൽ കൂടിയുള്ള സമ്പർക്കത്തിൽ ദൈവമായിട്ട് ആ ബന്ധത്തിൽ നമ്മളാകുക. ദൈവമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സുഹൃത്ത് ബന്ധം സ്ഥിരമാക്കുന്നത് നമ്മുടെ ആശയ വിനിമയത്തിൽ കൂടിയാണ്. അത് ദാവീദ് പറയുന്നു, രാവിലെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ സമയം. കാരണം രാവിലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇല്ലാതെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാവിലത്തെ സമയം അത് അധികം ബാധിക്കാതെ അതിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന ഒരു സമയമാണ്. അതാണ് ദൈവത്തോട് സംസാരിക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല സമയം. അങ്ങനെ ദൈവത്തോട് നമ്മൾ രാവിലെ തോറുമുള്ള നമ്മുടെ പ്രാർത്ഥന, വചനധ്യാനം, ആശയവിനിമയത്തിൽ കൂടി ദിനം നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്തെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ദൈവത്തോടുള്ള പ്രാർത്ഥന, വചനം ധ്യാനം എപ്രകാരമാണ് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 5-ാമത്തെ വാക്യത്തില് നമുക്ക് കാണാൻ സാധിക്കും, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. നമുക്കറിയാം, അഹങ്കാരികൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കില്ല. പാപം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ, നീതികേട് പ്രവർത്തിക്കുക, പാപം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. പാപം എന്ന് പറയുന്നത് ചെറിയ പാപമായിക്കൊള്ളട്ടെ, വലിയ പാപമായിക്കൊള്ളട്ടെ, എല്ലാം നമുക്കറിയാം, എല്ലാം തുല്യം തന്നെയാണ്. കാരണം ചെറിയ പാപത്തിന്റെയും വലിയ പാപത്തിന്റെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ ശത്രുവാകുന്ന പിശാച് തന്നെയാണ്. അവൻ ചെറിയ പാപങ്ങൾ ചെയ്യിച്ച് ചെറിയ പാപങ്ങൾ ചെയ്യാൻ നാം മടിക്കുന്നില്ല എങ്കിൽ വലിയ പാപങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനും നമ്മൾ മടിക്കില്ല. അവൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം ദൈനംദിനം നമ്മൾ ആത്മീയമായി വളരുമ്പോൾ നമുക്ക് പാപത്തോടുള്ള പ്രതിരോധവും നമ്മുടെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പാപത്തെ പ്രതികരിക്കാനും പാപത്തെ മനസ്സിലാക്കാനും അതിനോട് എതിർത്ത് നിൽക്കാനുമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് ദൈനംദിന ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പാപത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ഇതും നമുക്ക് ആ ഒരു ശക്തി നമ്മളിൽ അത് വളർന്നുകൊണ്ടിരിക്കും. നമ്മൾക്ക് നമ്മുടെ പാപത്തോടുള്ള നമ്മളുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് നമുക്കൊരു പാപം നമുക്കൊരു വലിയ പ്രശ്നമല്ല അത് നമുക്ക് തോന്നുന്നുണ്ടോ? പാപം നമ്മളെ അഭിമുഖീകരിക്കേണ്ട ചില സന്ദർഭങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട സമയത്ത് അത് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ടോ? അതെയോ അത് നമുക്കൊരു സുഖം നൽകുകയാണോ ചെയ്യുന്നത്? നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മള് പാപികളായിട്ടുള്ള മനുഷ്യരെ നമ്മൾ സഹിക്കണം, എന്നാൽ പാപത്തെ നമ്മൾ ഒട്ടും സഹിക്കാൻ പാടില്ല.
പാപം നമുക്ക് ഒട്ടും അതിനോട് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ദൈവത്തോടുള്ള ആശയവിനിമയം, രാവിലെ അധികാലത്തെയുള്ള പ്രാർത്ഥനയും വചനധ്യാനവും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ അവസരത്തിൽ ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് എന്താ ആരെല്ലാം പറഞ്ഞു? സർവസ്നായ കർത്താവ്, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കൂടുതലായി അങ്ങയെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കുന്നതിൽ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, അത് കൂടുതൽ അങ്ങയിലേക്ക് അടുക്കുവാനും അങ്ങയെ കൂടുതലായി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങേ ആരാധിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്ത പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും പിന്നിലുള്ള അർത്ഥം അത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തോട് പ്രതികരിക്കുവാൻ, അങ്ങേക്ക് പ്രസാദകരമായ രീതിയിൽ പ്രതികരിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. മാനവ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് ഉപമകളാണ് മലയാളത്തില് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 44, 45, 46 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 44, 45, 46. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സാദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. മത്തായിയുടെ സുവിശേഷം 13, 44, 45, 46 രണ്ട് ഉപമകളാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കർത്താവ് പറഞ്ഞ രണ്ട് ഉപമകൾ. ഈ രണ്ട് ഉപമകളും ദൈവരാജ്യത്തിന്റെ താരതമ്യപ്പെടുത്തുവാൻ പറ്റാത്ത, മറ്റൊന്നുമായി താരതമ്യം ചെയ്യുവാൻ പറ്റാത്തത്ര വലിയ മൂല്യത്തെയാണ് ഈ രണ്ട് ഉപമകളും ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവരാജ്യവുമായി സംബന്ധിച്ച ഉപമകളാണിത്. ഈ ഉപമകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ദൈവരാജ്യത്തിന്റെ മൂല്യം എത്ര വാല്യുബിൾ ആണ്. മറ്റൊന്നുമായി അതുമായി താരതമ്യപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഈ രണ്ട് ഉപമകളും പഠിപ്പിക്കുന്നത്. ഈ ദൈവരാജ്യം സ്വായത്തമാക്കുന്നതിനെ കുറിച്ച്, ഈ ദൈവരാജ്യം സ്വന്തമാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഉപമകൾ പഠിപ്പിക്കുന്നത്. അതിന്റെ മൂല്യം, എത്ര വലിയ മൂല്യമാണ് അതിനുള്ളത്, അതെങ്ങനെയാണ് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നത്. 44-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ വയൽ വാങ്ങി. സുഹൃത്തുക്കളെ, കർത്താവ് ഈ ലോകത്തായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും വളരെ വ്യക്തമായി മനസ്സിലായിരുന്ന ഒരു ഉപമയാണിത്. കാര്യം,
വയലിൽ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ സമ്പത്ത് കുഴിച്ചിടുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രവൃത്തിയായിരുന്നു പണ്ടത്തെ. നമുക്കത് ഇന്നത്തെ കാലത്ത് അതൊരു നമുക്ക് ബാങ്കുകളും അല്ലെങ്കിൽ അക്കൗണ്ടുകളും ഒക്കെ ഉണ്ട്, ഇല്ലേ? ഇ ബാങ്കിങ് ഒക്കെ ആയി നമുക്ക് പണം വെക്കുവാനും കൂട്ടി വെക്കുവാനും ഒക്കെ പല പല ക്രമീകരണങ്ങളും ഉണ്ട്. എന്നാൽ പണ്ടത്തെ സാഹചര്യം അതല്ല. ഇല്ല, നമ്മുടെ കേരളത്തിൽ പോലും നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലും പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്ത് പലർക്കും പലതും കിട്ടുന്നതായിട്ടില്ല, അവിടെ ഇവിടെ കുഴിക്കുന്നു. ആളുകൾ അവരുടെ സമ്പത്ത് കുഴിച്ചിടുക എന്നുള്ളത് ലോകത്തെവിടെയും ഒരു അസാധാരണമായ ഒരു സംഭവമല്ല. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആളുകൾ അത് ചെയ്തിരുന്നു പണ്ടല്ല. പ്രത്യേകിച്ച് ഇസ്രായേലിൽ അന്ന് കാലഘട്ടത്തിൽ, അന്നത്തെ സമയത്ത് അത് അധികമായി ചെയ്തിരുന്നു. കാരണം പാലസ്തീൻ അല്ലെങ്കിൽ ആ പ്രദേശം നിരന്തരമായിട്ടൊരു യുദ്ധഭൂമിയായിരുന്നു. റെഗുലർ ആയിട്ട് അവിടെ യുദ്ധങ്ങൾ നടന്നു വന്നിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എപ്പോ വേണോ സംഭവിക്കാം. അതുകൊണ്ട് ഈ സമ്പത്തെല്ലാം ഏത് സമയം വേണം, ആര് വേണം വന്ന് എടുത്തുകൊണ്ട് പോകാം എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അക്കാലത്ത് അവരുടെ സമ്പത്ത് എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് കർത്താവ് ചില സ്റ്റൂവർട്സ്, ചില ഭൃത്യന്മാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ലേ? അവിടെ ഒരുവൻ 5, ഒരുവന് 3, ഒരുവന് ഓരോന്ന് വീതം നാണയങ്ങൾ നൽകി. അതിലൊരുത്തൻ എന്താ ചെയ്തത്? കുഴിച്ചിട്ടു. അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പൊ ഇതൊരു സ്വാഭാവികമായ പരിപാടിയാണ്. അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ ഒരു വയലിൽ ജോലി എടുക്കണം. അത് എന്തിനാണ് അയാൾ അവിടെ, എന്താണ് അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്, അത് മറ്റൊരാളുടെ വയലാണെന്ന് മാത്രം നമുക്കറിയാം. അയാൾ അവിടെ പണിയെടുക്കുകയാണ്. ഒരുപക്ഷെ നിലമൊഴുകുകയായിരിക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടുകയായിരിക്കാം. അപ്പൊ എന്തോ ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ മറ്റാരോ കുഴിച്ചിട്ട, തീർച്ചയായും ഈ നിലത്തിന്റെ ഉടമസ്ഥൻ കുഴിച്ചിട്ടതല്ല, അല്ലെ? ഈ നിലത്തിന്റെ ഉടമസ്ഥനാണത് കുഴിച്ചിട്ടതെങ്കിൽ തീർച്ചയായും അയാൾ ആ വയൽ അയാൾക്ക് വിൽക്കില്ല. വിറ്റാൽ തന്നെ അയാൾ അത് എടുത്തിട്ട് വിൽക്കത്തുള്ളൂ. അപ്പൊ ഇത് മറ്റാരോ എന്നോ കുഴിച്ചിട്ട ഒരു നിധി, മൂന്നാമതൊരാൾ. ആ നിധി കുഴിച്ചിട്ടിരുന്ന ആ വയൽ ഇന്ന് മറ്റൊരാളുടെയാണ്. അപ്പൊ ആ വയലിൽ ജോലി ചെയ്യാൻ വന്ന വ്യക്തിക്കാണ് ഇത് കിട്ടിയത്, അല്ലേ? അയാൾ എന്താണ് ചെയ്തത്? ഉടനെ തന്നെ അത് തിരിച്ചു വെച്ചു, അതിനകത്ത് അത് എടുത്തു മാറ്റിയില്ല. എന്നിട്ട് അയാൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്, എല്ലാം ഫുൾ പ്രോപ്പർട്ടീസ്, അൺമൂവബിൾ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും വിറ്റു, ലിക്വിഡേറ്റ് ചെയ്തു. എന്നിട്ട് ഈ വസ്തു മേടിച്ചു. പക്ഷെ ഇത് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോഴോ നിങ്ങൾക്ക് എല്ലാവർക്കും ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടില്ലേ? സ്വാഭാവികമായിട്ടും ചില നൈതിക സാഹചര്യം അല്ലെങ്കിൽ നൈതികമായ ചില പ്രശ്നങ്ങൾ, എത്തിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഇല്ലേ? അതാണ് ഇവിടെ ചില അനീതികൾ നടന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ നൈതികമായ ഈ പ്രശ്നം ഉള്ള ഒരു ഉപമ, എങ്ങനെ കർത്താവ് അതിനെ ഒരു നല്ല ഉപമയായിട്ട് അതെങ്ങനെ പറയുവാൻ കഴിയുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മറ്റൊരുവന്റെ വയലിൽ പണിയെടുത്തപ്പോ കിട്ടിയ നിധിയാണത്. എന്നിട്ട് ആ വയലിന്റെ ഉടമയോട് പറയാതെ അയാൾ അത് മറക്കുകയാണ്, അത് രഹസ്യമായി വെക്കുന്നു. അത് പോരാതെ അയാൾ പോയി
തനിക്കുള്ളത് വിറ്റിട്ട് വന്ന് ഈ വയല് വാങ്ങുന്നു. ഇവിടെ ഒരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ട്, ഇല്ലേ? എന്നിട്ട് അത് ഉണ്ടെന്ന് മാത്രമല്ല, അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട്, ഒരു പാരബിൾ ആയിട്ട്, സിമിലി ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതൊരു ശരിയായ കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും അത് ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് പണിയെടുത്തപ്പോൾ നിധി കിട്ടി, എന്ന് ശബ്ദം കേട്ടപ്പോ തന്നെ നിർത്തണം, പിന്നെ കുഴിക്കാൻ പാടില്ല, അല്ലേ? അയാൾ ഓടിപ്പോയിട്ട് ഉടമസ്ഥനെ വിളിച്ചിട്ടുണ്ട് വന്നിട്ട് പറയണം, ദാണ്ട നിങ്ങളുടെ പറമ്പില് മൺവെട്ടിക്ക് വെട്ടിയപ്പോ ഒരു സൂത്രം കിട്ടി, എന്തുവാന്ന് അറിയത്തില്ല. ഇതാണ് അയാൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിലെന്തെങ്കിലും നൈതിക പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും ഇതിനെ ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ ഒരു ഉപമയായി കർത്താവ് പറയത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. യഹൂദ റാബിനിക് നിയമങ്ങൾ, ജൂയിഷ് റാബിനിക് ലോസ് നമ്മൾ ആലോചിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ഒരു തിയോക്രസി അന്നായിരുന്നു, ഒരു തിയോക്രസി ആയിരുന്നു. തിയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവമാണ് അവിടുത്തെ ഭരണാധികാരി. അപ്പൊ ദൈവം ഭരണാധികാരി ആയിരുന്ന കാലത്ത് മുതലേ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദൈവവചനവും അതിന്റെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ലേവി പുരോഹിതന്മാരുമാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് പഴയ നിയമം, തോറയും അതും അനുബന്ധ മറ്റ് പുസ്തകങ്ങളും ചേർത്ത് അവർ നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങൾ, വ്യവസ്ഥ പ്രകാരം ഒരാൾക്ക് കളഞ്ഞു കിട്ടിയ പഴമോ ഫ്രൂട്ട്സ്, പഴമോ പണമോ, മനി, ഒരാൾക്ക് പഴമോ പണമോ ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങളോ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് മറ്റ് സാധനങ്ങളെല്ലാം ഉൾപ്പെടും കേട്ടോ. പഴങ്ങളോ പണമോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് കളഞ്ഞു കിട്ടിയാൽ അത് അയാളുടേതാണ് എന്നാണ് നിയമം. അത് അയാളുടേതാണ്. ആളുകൾ അന്ന് വളരെ ലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ് എല്ലാവർക്കും ഉള്ളൂ. അതുകൊണ്ട് ഉള്ളതിനെ ഭംഗിയായി സംരക്ഷിക്കുവാൻ, ഭംഗിയായി ശ്രദ്ധിക്കുവാൻ, സൂക്ഷിക്കുവാനായിട്ട് അവരുണ്ടാക്കിയ ഒരു നിയമമാണ്. ആരും ഒന്നും കളയാൻ പാടില്ല. കളഞ്ഞു പോയാൽ അത് പോയി, അത് നിങ്ങൾക്ക് പിന്നെ കിട്ടത്തില്ല. നമ്മൾ പിള്ളേരോട് പറയും, ഇത് കളഞ്ഞാൽ നിനക്കിനി മേലാലൊന്നുമില്ല, ഇത് കളഞ്ഞ അല്ലേ, ഇത് പൊട്ടിച്ചാൽ ഇനിയില്ല വേറെ, ഇതൊന്നേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആളുകൾ തങ്ങൾക്കുള്ളത് സൂക്ഷിക്കുവാനായിട്ടായിരിക്കാം അവരങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോയാൽ അത് ആർക്കെങ്കിലും കിട്ടിയാൽ, ഇല്ലേ, നാണയം കളഞ്ഞു പോയ സ്ത്രീയെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പുള്ളിക്കാരി എത്ര ആത്മാർത്ഥമായിട്ടാണ് അത് തപ്പുന്നത്. വേറെ ആൾക്ക് കിട്ടിയാൽ അത് പോയി. അപ്പൊ നിയമം അതാണ്. ആ റബിനിക് നിയമങ്ങൾ പറയുന്നത് നഷ്ടപ്പെട്ട പഴമോ പണമോ മറ്റാർക്കെങ്കിലും കിട്ടിയാൽ അത് കണ്ടെത്തുന്ന ആളുടേതാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ, ഈ വയലിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തൂമ്പ ഈ കലത്തിൽ തട്ടുമ്പോൾ ഇത് എടുക്കുവാൻ, സ്വന്തമാക്കുവാനുള്ള അവകാശം ആ മനുഷ്യനുണ്ട് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ യേശു ഈ ഉപമ പറയുമ്പോൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ ഞാനും നിങ്ങളും ഇപ്പൊ കണ്ട ഈ നൈതിക പ്രശ്നം അവരാരും കാണത്തില്ല. മനസ്സിലായോ? നമ്മൾ ഈ കണ്ട എത്തിക്കലായിട്ടുള്ള ഇഷ്യൂ അവർ കാണത്തില്ല. അവർക്കത് സർവ്വസ്വാഭാവികമായിട്ടുള്ള ശരിയായ ഒരു നടപടിയാണ്. ശരിയായ നടപടി എന്ന് മാത്രമല്ല, വളരെ നീതിമാനായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. കാരണം അയാൾക്ക് ആ നിധി അപ്പോൾ തന്നെ എടുത്ത് സ്വന്തമാക്കാം. എപ്പോൾ അതിന്റെ ഉടമസ്ഥൻ വരും, കാണും, വഴക്കാവും, വയ്യാവേലിയാവും. അപ്പൊ പള്ളിയിൽ പോയി പറ എന്ന് നമ്മൾ പറയത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞതുപോലെ അവരുടെ പള്ളിയിലേക്ക് പോകും. അവിടെയാണ്, ദേവാലയത്തിലാണ് എല്ലാത്തിനും തീർപ്പ്.
അപ്പൊ ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ പുസ്തകം തുറക്കും, കളഞ്ഞു കിട്ടിയ സാധനം കണ്ടുപിടിച്ചവനാണ്, അവന് കിട്ടി. പക്ഷെ ഈ മനുഷ്യൻ അതിന് മുതിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അയാൾ ആ കണ്ടെത്തിയപ്പോൾ തന്നെ അയാൾ അതിനെ എടുത്ത്, നിങ്ങളും ഞാനും ഇങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നിധി കണ്ടെത്തിയപ്പോൾ തന്നെ ഈ മനുഷ്യന് സത്യസന്ധനായിരുന്നത് കൊണ്ടാണ്, അല്ല അല്ലെങ്കിൽ അപ്പൊ തന്നെ അതും എടുത്തോണ്ട് അന്നേരം തന്നെ സ്ഥലം വിടാമായിരുന്നു. ഇന്ന് ഉച്ചവരെയുള്ള കൂലി മതി, ഇല്ലേ? ഇന്ന് ഉച്ചവരെയുള്ള കൂലി മതി. ഇന്ന് നടുവേദന, ചെറിയ പനി, കൊറോണ ആണോ എന്ന് സംശയമുണ്ട്. അപ്പൊ തന്നെ അവർ പറയും പൊക്കോ ഇനി ഇവിടെ നിൽക്കണ്ട, അല്ലേ? അപ്പൊ തന്നെ സാധനം എടുത്ത് മടി വെച്ച് സ്ഥലം വിടാം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കയ്യിൽ നിധി ഉള്ളപ്പോൾ ഈ മുഴുവൻ സ്ഥലവും വാങ്ങേണ്ട കാര്യമുണ്ടോ? നിധി മാത്രം എടുത്തിട്ട് അവിടെ കുഴിച്ചിട്ടിട്ട് പാതിരാത്രിക്ക് വന്ന് മാന്തി എടുത്തോണ്ട് സ്ഥലം വിട്ടാൽ മതി. പക്ഷെ അയാൾ അതും ചെയ്തില്ല. നീതിമാനായ മനുഷ്യനാണ്. നിധി കിട്ടിയത് അയാൾക്ക് സ്വന്തമാക്കാം അയാൾ ചെയ്തില്ല. അയാള് ആ നിലം വാങ്ങുന്നതായിട്ടാണ്, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ചാനലിലൂടെ മാത്രമാണ് അയാൾ നീങ്ങുന്നത്. ഹി വാസ് എ നീതിമാനം. അത് മാത്രമല്ല ബുദ്ധിമാനായ മനുഷ്യനുമായിരുന്നു. കാര്യം പ്രോപ്പർ ഒരു തരത്തിലും ആരും ക്ലെയിം ഇനി ഇതിൽ വരല്ല, ആരും ഇനി ഇതിൽ ഒരു ക്ലെയിമും കൊണ്ടുവരല്ല ഒരു കാലം. അതുകൊണ്ട് എല്ലാ പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ, നിങ്ങൾക്കറിയാമല്ലോ അല്ലെ, ഒരു കേസ് നടക്കുമ്പോൾ നമ്മൾ ആ കേസിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിന്റെ പ്രോപ്പർ ചാനൽ, അതിന്റെ കറക്റ്റ് മെഷർമെന്റ്, ഇത് കഴിഞ്ഞാൽ ഇത് എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുത്തിയാൽ, നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിച്ച് ആ കേസ്, ഇന്ന് നമ്മുടെ കോടതി നടക്കുന്ന കേസുകളിൽ എന്തെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, കേസ് കഴിഞ്ഞ് നമ്മൾ ജയിച്ചാൽ പോലും മറ്റാരെങ്കിലും ചെന്നിട്ട് നിങ്ങൾ ഈ നടത്തിയ കേസിൽ ഇന്ന കാര്യം നിങ്ങൾ മനഃപൂർവ്വമായി ഒഴിവാക്കി എന്ന് ഉന്നയിച്ചാൽ വീണ്ടും ആ കേസ് റീഓപ്പൺ ചെയ്യും. ഈ കേസ് പറയേണ്ടി വരും. ഇത് ലോകത്ത് എവിടെയും ഒരുപോലെയാണ്. അപ്പൊ ഈ മനുഷ്യൻ നീതിമാനാണ്, അയാൾ ബുദ്ധിമാനുമാണ്. അയാള് ഒരു കാരണവശാലും മറ്റാർക്കും ഒരു തരത്തിലും ഒരു ക്ലെയിമും ഉന്നയിക്കുവാൻ പറ്റാത്ത തരത്തിൽ അയാൾ ആ വയൽ മേടിക്കുന്നതാണ്, നമുക്ക് സ്വന്തമായി വാങ്ങുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്തായാലും ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഈ ഉപമ കർത്താവ് പറയുമ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം ഇത് ഒന്നും തന്നെയല്ല. ഇവിടുത്തെ പ്രധാന വിഷയം ഇതാണ്: ഒരു മനുഷ്യൻ വളരെ മൂല്യമുള്ള നിധി കണ്ടെത്തി, അത് നേടുവാനായി അയാൾ ഉള്ളതെല്ലാം വിറ്റു. ഇതാണ് ഇവിടുത്തെ ഈ ഉപമയുടെ മെയിൻ പോയിന്റ്. ഏറ്റവും മൂല്യമുള്ളത് കണ്ടപ്പോൾ അത് സ്വന്തമാക്കുവാനായി മറ്റുള്ളതെല്ലാം അദ്ദേഹം കൈവിട്ടു. അയാള് വളരെയധികം സന്തോഷിച്ചു. ഇത് കിട്ടിയപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു, വളരെയധികം ഉല്ലാസവാനായി തീർന്നു. ആ നിധി ലഭിക്കുവാൻ വേണ്ടി, അത് സ്വന്തമാക്കുവാൻ വേണ്ടി അയാൾ എന്തും ചെയ്യുവാൻ സന്നദ്ധനായി തീർന്നു. ഇതാണ് ഈ 44-ാമത്തെ വാക്യം, ഈ ഉപമ ട്രസ്റ്റ്, ഊന്നൽ. എന്തു വിലയും അത്രയ്ക്ക് മൂല്യമുള്ളതാണ് ഈ നിധി. തനിക്കുള്ളതൊക്കെയും വിട്ടുകളഞ്ഞാലും ഈ നിധി സ്വന്തമാണ്. ഒരു സന്തോഷത്തോടെ. രണ്ടാമത്തെ ഉപമയെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഉപമ, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സാദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റത് വാങ്ങി. ഈ മുത്തുകൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇന്നത്തെ ഡയമണ്ട്സ് പോലെ വിലമതിക്കാനാവാത്തൊരു സംഭവമാണ് ഈ മുത്ത്, പേൾസ്.
അപ്പോ ഏറ്റവും വിലയുള്ള അല്ലെങ്കിൽ ഏറ്റവും മൂല്യമായ ഒന്നിനെ ഈ പേളുമായിട്ട് ഉപമിക്കുക എന്നുള്ളത്, മുത്തുമായി ഉപമിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇട്ടുകളയരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇട്ടുകളയരുത്. അതായത് ഏറ്റവും മോശമായവ, ഏറ്റവും മൂല്യമുള്ളത് ഏറ്റവും മോശമായതിന്റെ മുന്നിൽ ഇടരുത്. അതായത് ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും മോശമായതിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് കർത്താവ് പറയുന്ന ആ ഒരു മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിൽ ഇട്ടുകളയരുത്. ഏറ്റവും മൂല്യമായത് മൂല്യമില്ലാത്തതിന്റെ മുന്നിൽ, അതായത് ഇത് മൂല്യമുള്ളത് ഇത് മൂല്യമില്ലാത്തത്, ആ താരതമ്യമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഉപമ അല്ലെങ്കിൽ ഈ ഉപമകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒന്നാമതായിട്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ സമാനതകളില്ലാത്ത മൂല്യം. സ്വർഗരാജ്യം, ദൈവരാജ്യം ഏറ്റവും മൂല്യമുള്ളതാണ്. അതിലും മൂല്യമുള്ളത് മറ്റൊന്നും ഈ ലോകത്തില്ല. അപ്പൊ ഇത് പഠിപ്പിക്കുവാനാണ് ഈ രണ്ട് ഉപമകളും കർത്താവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? ശ്രദ്ധിക്കണം. എന്താണ് ദൈവരാജ്യം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരമായി ഉപമകളിൽ സംസാരിക്കും. കണ്ടമായ ഉപമകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ്. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ ചേർത്ത് വെച്ച് വായിക്കുവാൻ നിങ്ങൾ പഠിക്കണം. എന്താണ് ദൈവരാജ്യം? ഒരു വൺ വേർഡ് ആൻസർ അതിനില്ല. എന്താണ് ദൈവരാജ്യം? എന്താണ് സ്വർഗരാജ്യം? കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷ ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചും അവനെ കുറിച്ചുള്ള രക്ഷയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ്, സ്വർഗരാജ്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം വളരെ വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന് ഈ ലോകത്ത് കണ്ടെത്തുവാൻ സാധിക്കുന്നതിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തെക്കാളും വലുതായി ഈ ലോകത്ത് ആർക്കും ഒന്നും കണ്ടെത്തുവാനില്ല. അപ്പൊ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ രണ്ട് ഉപമകളും പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ഒരു നിധിയായിട്ടാണ് ദൈവരാജ്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നിധിയുടെ കൂമ്പാരം, ഈ നിധിയുടെ കൂമ്പാരത്തിൽ എന്തെല്ലാമുണ്ട്? രക്ഷയുണ്ട്, പാപമോചനമുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട്, മഹത്വമുണ്ട്, സ്വർഗമുണ്ട്, നിത്യജീവനുണ്ട്. ഇതെല്ലാമാണ് ദൈവരാജ്യം. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് ഈ നിധി. ഈ ലോകത്തിലെ മികച്ച എന്തിനേക്കാളും, ഈ ലോകത്തിൽ ഏറ്റവും മികച്ച എന്തിനേക്കാളും രക്ഷ അതിന്റെ മൂല്യം മാത്രം കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഈ ലോകത്ത് ഏറ്റവും മൂല്യമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നത് എന്തുമായിക്കൊള്ളട്ടെ, വസ്തുക്കളായിക്കൊള്ളട്ടെ, ആളുകളായിക്കൊള്ളട്ടെ, ചിന്തകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തത്വങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിനെ എല്ലാം തന്നെ ദൈവരാജ്യം അതിന്റെ നിത്യമൂല്യം കൊണ്ട്, അതിന്റെ ഇറ്റേർണൽ വാല്യൂ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ. ഈ രണ്ട് ഉപമകളിലൂടെ കർത്താവ് ദൈവരാജ്യത്തിന്റെ മൂല്യം. പ്രിയ സുഹൃത്തുക്കളെ,
നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഭാഗമായി തീരുവാൻ, ഒന്നാമത് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായി ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരു അവസരം, അതിന്റെ ആ ഒരു വലിയ ഒരു ചാൻസ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പോസിബിലിറ്റി എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കിയ തരത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? രണ്ടാമത്, ഈ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ സാധിച്ചത് എത്ര വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത്രയും അമൂല്യമായ ഒന്ന് ലഭിക്കുവാൻ ഞാനും നിങ്ങളും ആരാണ്? ഞാൻ ചില സമയത്ത് എനിക്കൊരു ഞങ്ങളുടെ പട്ടിക്കൂടിന്റെ അടുത്ത് മിക്കപ്പോഴും ഉറുമ്പ് കാണും, കണ്ടമാന ഉറുമ്പ്. അപ്പൊ ഞാൻ ഈ രാവിലെ അവനെ നടക്കാനായിട്ട് ഇറക്കാൻ പോകുമ്പോ ഈ ഉറുമ്പ് ചിലപ്പോ അവിടെ ഇങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഉറുമ്പുകൂട്ടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ചിന്ത, അതായത് ഈ ഉറുമ്പുകൂട്ടിന്റെ അകത്ത് ഒരു ഉറുമ്പ്, ഏതേലും ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന്റെ വികാരങ്ങൾ, അതിന്റെ മാനസികാവസ്ഥ, അതിന്റെ പ്രാർത്ഥന, അതിന്റെ ചിന്ത, അതിന്ന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, അതിന്റെ ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്ത് കാര്യമാണ്? ഇത്രയും ഉറുമ്പുകൾ, ഒരു ഉറുമ്പും തിരിച്ചു കണ്ട എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. ആ ഉറുമ്പിന്റെ മനോവികാരവും അതിന്റെ മനപ്രയാസവും അതിന്റെ അന്നത്തെ വിശപ്പിന്റെ കാര്യവും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചല്ല. ദൈവമായി താരതമ്യപ്പെടുത്തുമ്പോ ഈ ഉറുമ്പും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം? അല്ലെങ്കിൽ നമ്മളിലിരിക്കുന്ന ഓരോരുത്തരും ഈ ഉറുമ്പും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അത്രയ്ക്കും ഇൻസിഗ്നിഫിക്കന്റ് അല്ലേ നമ്മൾ? എന്നാൽ അല്ല, നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളും ആ ഉറുമ്പും തമ്മിൽ ദൈവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ക്രൂശ് അടിഞ്ഞു എന്നുള്ളൊരു വസ്തുത, അത് എത്ര വലുതാണ്! ആ ഒരു റീച്ചിങ് ഔട്ട് ടു അസ്, നമുക്ക് വേണ്ടി എന്ന് പറയാൻ നമ്മളത് റിയലൈസ് ചെയ്യും, നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? അത്ര അമൂല്യമായത് സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ? അത് എനിക്ക് ലഭിച്ചോ? തന്ന ദൈവം എത്ര വലിയവൻ! അപ്പൊ ഈ രക്ഷയുടെ അമൂല്യത, അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ അമൂല്യതയെ കുറിച്ചാണ് ഇത് ആദ്യം തന്നെ നമ്മളോട് സംസാരിക്കുന്നത്. ഈ രണ്ട് ഉപമകളും അത് പഠിപ്പിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. മാത്രമല്ല, രണ്ടാമതായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം ഉപരിപ്ലവമായി കാണാൻ പറ്റുന്നതൊന്നല്ല. ദൈവരാജ്യം ഉപരിപ്ലവമായി കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. നോക്ക്, ഇവിടെ ഈ നിധി മറഞ്ഞിരിക്കുകയാണ്, അല്ലെ? നിധി മറഞ്ഞിരിക്കുകയാണ്. മുത്ത് അന്വേഷിക്കേണ്ടി വന്നു. ഇവിടെ നിധി മറഞ്ഞിരിക്കുന്നു, വയലിൽ നിധി മറഞ്ഞിരിക്കുകയാണ്. മുത്ത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കണ്ടെത്തിയത്. അത് ഉപരിതലത്തിൽ കിടക്കുന്ന ഒന്നല്ല. ദൈവരാജ്യം എന്ന നിധി മനുഷ്യർക്ക് വ്യക്തമല്ല, എല്ലാ മനുഷ്യർക്കും കാണുവാൻ പോലെ അതങ്ങനെ ഉപരിതലത്തിൽ കിടപ്പില്ല, അത് മറഞ്ഞിരിക്കുകയാണ്. അതിന്റെ മൂല്യവും, സ്വർഗരാജ്യത്തിന്റെ മൂല്യവും വിലയും, രക്ഷയുടെ മൂല്യവും വിലയും, ദൈവരാജ്യത്തിന്റെ മൂല്യവും വിലയും ഒന്നും എല്ലാവരും കാണുന്നില്ല. അതിവിടെ ഉണ്ടെങ്കിലും അത് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോ ഇത് വിലമതിക്കാത്ത ഒന്നാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവരാജ്യം ഉപരിപ്ലവമായി കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല എന്നും കൂടെ ഉള്ളൊരു പഠനം, എന്നും കൂടെ ഉള്ളൊരു ഉപദേശം ഇവിടെ ഉണ്ട്. നോക്കൂ, ഈ ലോകം ദൈവരാജ്യത്തിനുള്ളിലായിരിക്കുന്ന ആളുകളെ നോക്കുന്നു, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതിനിടയിൽ ഇവർക്ക് പ്രാർത്ഥന, ഭക്തി, മീറ്റിംഗ്, മണിക്കൂറോളം നീണ്ട പ്രസംഗം, ഇതൊക്കെ ആളുകൾ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടിൽ എന്നും എനിക്ക് ഒരു സുഹൃത്തുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു സുഹൃത്താണ്. ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ കുടുംബവുമായി അടുത്ത ബന്ധം, എന്റെ ജ്യേഷ്ഠന്റെ ഒക്കെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരു
വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ് എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിന് എല്ലാത്തിന്റെ വാല്യൂ, എല്ലാത്തിനും അദ്ദേഹം ഒരു മൂല്യമുണ്ട്. ഇതിനെല്ലാം ഒരു വാല്യൂ വെച്ച് കാണുവാൻ അദ്ദേഹത്തിന് സാധിക്കും. എല്ലാം അദ്ദേഹം കാൽക്കുലേഷൻ ആണ്. പുള്ളിക്ക് എല്ലാത്തിനും ഒരു 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 സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ, എന്റെ വീട്ടിൽ വരുമ്പോൾ എല്ലാം പലപ്പോഴും ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളെ ചീത്ത പറയുക, അവരെ തീർച്ചയായും പലരും ആ ചീത്ത കേൾക്കാൻ അക്കറയുള്ളവരാണ്. എങ്കിലും അവരിപ്പോ ഉദാഹരണത്തിന് KP യോഹൻ, അപ്പൊ ഇതുപോലുള്ള ചില ആളുകൾ, അപ്പൊ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുക. പിന്നെ ഈ സഭയെക്കുറിച്ചും പ്രാർത്ഥനയെ കുറിച്ചും ആരാധനയെ കുറിച്ചും ഒക്കെ പുള്ളി വളരെ വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാൻ പോകാറില്ല. ഞാൻ കേട്ടിരിക്കുമ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഹി ഈസ് എ മാൻ. ഇദ്ദേഹം കാര്യങ്ങൾ കണക്ക് നമ്പേഴ്സ് വെച്ച് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്പേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ, നമ്പേഴ്സ് ആണ്, മാത്സ് ആണ് അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ. പക്ഷെ ഈ നമ്പേഴ്സ് ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും എല്ലാത്തിനും മൂല്യവും മ്യൂച്വൽ ഫണ്ടും ഇക്വിറ്റിയും ബാങ്കും പലിശയും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ദൈവരാജ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാൻ ആ പ്രിയ സഹോദരൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദൈവം അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഉപരിതലത്തിലല്ലത്. അതങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുവാൻ പോകുന്നത് പോലെ കിടപ്പില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് മറ്റു മനുഷ്യർ അവരുടെ ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുന്നത് എന്തിനാണ്. സാധാരണ ഒരു മനുഷ്യന്റെ ആഴത്തിലുള്ള മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായി ചില ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുവാൻ എന്തിനാണ് ചിലർ മുതിരുന്നത്? അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഇല്ല. എന്തുകൊണ്ടാണ്? ദൈവരാജ്യം ഉപരിപ്ലവമായി കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. ചില ആളുകൾ ഒരിക്കലും ഉപരിതലത്തിനപ്പുറം നോക്കുവാൻ മെനക്കെടത്തില്ല. അവർക്ക് മുകളിൽ കിടന്ന് കിട്ടിയാലേ ഉള്ളൂ. ഉപരിതലത്തിൽ കിടക്കുന്ന മണ്ണും കല്ലും ഒക്കെ പെറുക്കി അവർ വളരെയധികം തിരക്കിലാണ് ഈ ലോകത്ത്. അവര് മണ്ണും കല്ലും പെറുക്കി കെട്ടിടങ്ങൾ പണിയുകയും വീടുകൾ പണിയുകയും സാമ്രാജ്യങ്ങൾ പണിയുകയും ഒക്കെ ചെയ്ത് അവര് കൃഷിയൊക്കെ ചെയ്ത് അവരങ്ങ് ജീവിക്കുക. പക്ഷേ അതിനടിയിൽ കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ അവർക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള ആ നിധിയെ അത് അന്വേഷിച്ച് അവർ പോകത്തില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്ര. അത് ഉപരിതലവുമായി കിടപ്പില്ല. ഉപരിതലങ്ങളിൽ അതിങ്ങനെ ചിതറി കിടക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തില് കർത്താവ് പറയുന്നു, സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അത് പിടിച്ചെടുക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പിന്നാലെ നാം പോകണം. ദൈവരാജ്യത്തിന്റെ പിന്നാലെ പോയാൽ അത് കണ്ടെത്തും. അപ്പൊ ദൈവരാജ്യം വിലപ്പെട്ടതാണ്. എന്നാൽ ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യത്തിലേക്ക് പോകുവാൻ പലപ്പോഴും പലരും തയ്യാറല്ല. ആഴത്തിൽ നോക്കുവാൻ ചിലർക്ക് ആകസ്മികമായി അവർ ഈ നിധി കാലിൽ തട്ടും, അല്ലെങ്കിൽ തൂമ്പയിലുടക്കും. അവർ ഈ മണ്ണും കല്ലുമായിട്ട് ഇങ്ങനെ കളിച്ച് ജീവിക്കുമ്പോൾ അവർ മണ്ണും കല്ലും ഒക്കെ പറക്കി കളിക്കുന്നതിനിടയ്ക്ക് അവർക്ക് ഇത് അവരുടെ ആകസ്മികമായി അവരതിൽ വെട്ടും. പക്ഷെ അതെന്താണെന്ന് നോക്കുവാൻ അവര് മുതിരത്തില്ല. അതുകൊണ്ട് ഉപരിപ്ലവമായ കാഴ്ചക്കാരിൽ നിന്നും
സ്വർഗരാജ്യം, ദൈവരാജ്യം മറഞ്ഞിരിക്കുന്നു എന്നൊരു ഉപദേശം, എന്നൊരു ടീച്ചിങ്, എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും. അത് അന്വേഷിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, ലൂക്കോസ് 13:24 പറയുന്നു, ഇടുക്കവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ. ഇടുക്കവാതിലിലൂടെ കടക്കുവാൻ നിങ്ങൾ പോരാടുവിൻ. Strive to enter through the narrow gate. മുത്തിന്റെ ഉപമ പോലും, ഇതിപ്പോ നമ്മൾ നിധിയുടെ മുത്തിന്റെ ഉപമ പോലും ഇത് തന്നെയാണ്, ഇതേ ആശയം തന്നെയാണ് നൽകുന്നത്. കാരണം മുത്ത് എന്ന് പറയുന്നത്, പവിഴം, മുത്ത് എന്ന് പറയുന്നത് എവിടെങ്കിലും കിടന്ന് കിട്ടുന്നതല്ല, അല്ലേ? അത് എവിടെങ്കിലും കുഴിച്ചാൽ കിട്ടുന്ന ഒരു സാധനമല്ല. അത് എടുക്കുന്നത് അവിശ്വസനീയമായ രീതിയിലൂടെയാണ്. മൂല്യമുള്ള മുത്തുകൾ, ഞാൻ പറയുന്നത് കൾച്ചർ ചെയ്ത ആർട്ടിഫിഷ്യൽ പേൾ അല്ല, പക്ഷെ യഥാർത്ഥ റിയൽ പേൾ എന്ന് പറയുന്ന സാധനം അത് എടുക്കുന്നത് വളരെ 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 ഡയറിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തി കടലിൽ മുങ്ങി അത് താഴെ പോയി, അത് അവിടെ കുഴിച്ച് അവിടുന്ന് ഒരു ഷെല്ല് എടുത്തോണ്ട് വന്ന് അതിനെ തുറന്നത് ഭയങ്കരമായിട്ടൊരു പ്രോസസ്സാണ്. അവിടെ ഈ രണ്ടാമത്തെ ഉപമയിൽ ഈ മനുഷ്യൻ ലോകമെമ്പാടും അന്വേഷിച്ച് നടന്നു ഈ മുത്ത്. അപ്പോ ഇവിടെ ഈ ഉപമകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം, മറ്റൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറഞ്ഞിരിക്കുന്ന അർത്ഥം, സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥം ഈ ലോകം കാണുന്നില്ല. അത് ഉപരിതലത്തിൽ കാണുവാൻ സാധിക്കുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, യോഹന്നാൻ 1:10 നമ്മൾ വായിക്കുന്നത്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, പക്ഷെ ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ തീരുന്നില്ല. കാരണം ഈ ഉപമ ഇനിയും മറ്റു കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം വ്യക്തിപരമായി മാത്രമേ സ്വയത്തമാക്കുവാൻ സാധിക്കത്തുള്ളൂ. വ്യക്തിപരമായി മാത്രമേ ദൈവരാജ്യത്തിനുള്ളിലേക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരാൾക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമേ. ഫാമിലി ടിക്കറ്റ് ഒന്നുമില്ല. ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവേശിക്കണം. ഇതും ഈ ഉപമയിലെ ഒരു പ്രധാന ഊന്നലാണ്. 44-ാമത്തെ വാക്യം നോക്കൂ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, നമുക്ക് ഒരു മനുഷ്യനുണ്ട് അവിടെ, ഒരു മനുഷ്യൻ. കുറെ പണിക്കാർ ജോലി ചെയ്തു, അവർക്ക് എല്ലാവർക്കും നിധി കിട്ടിയെന്നല്ല, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി. 45-ാമത്തെ വാക്യത്തിലും ഒരു മനുഷ്യനുണ്ട്, ഒരു വ്യക്തി. അപ്പൊ ഈ രണ്ട് ഉപമകളിലും ഓരോ വ്യക്തികൾ, ഓരോരുത്തർക്കും പ്രത്യേകമായി നിധി കിട്ടുന്നു, അവരത് പ്രത്യേകമായി ഏറ്റെടുക്കുന്നു, ഇല്ലേ? ഒരു കൂട്ടായിട്ടുള്ള ഒരു സംഭവമല്ല അവിടെ കർത്താവ് പറയുന്നു. ഒരു വ്യക്തി സഭയുടെ സ്വാധീനത്തിലോ ക്രിസ്തു മതത്തിന്റെ സ്വാധീനത്തിലോ ആയിരുന്നാൽ മാത്രം പോരാ. ഒരു വ്യക്തി ക്രിസ്തു മതത്തിന്റെ സ്വാധീനത്തിലായിരിക്കുന്നതിൽ കാര്യമില്ല. വ്യക്തിപരമായി ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഏറ്റെടുക്കുവാൻ അവർക്ക് സാധിക്കണം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ജീവിതത്തിൽ നോക്കൂ, നമ്മളിപ്പം വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളിവിടെ ഉണ്ട്. നമ്മളെല്ലാവരും ഒരേ പ്രായത്തിലല്ല യേശു കർത്താവിലേക്ക് കടന്നു വന്നു, വ്യത്യസ്ത പ്രായത്തിൽ. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കൂ. അത് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഈ ലോക മനുഷ്യർക്ക് വിലകെട്ട വസ്തുക്കൾ, വിലകെട്ടതാണ് ഓഫർ ചെയ്യുന്നത്.
ദൈവം മനുഷ്യന് വിലപ്പെട്ടതാണ് ഓഫർ ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ തന്റെ ആയുഷ്കാലം 70, 80, 90, 100, 150 വയസ്സ് ഈ ലോകത്തിലുള്ള ഈ വർഷങ്ങൾ വില കെട്ടത് തേടുവാൻ ചിലവാക്കുന്നു. എന്നാൽ ദൈവം വിലപ്പെട്ടത് നൽകുന്നു. ആ വിലപ്പെട്ടത് നേടുവാൻ, അല്ല അതന്വേഷിക്കുവാൻ മനുഷ്യർ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ വില കെട്ടത് കണ്ടെത്തുന്നതിന് മനുഷ്യൻ അതിര് കടന്നു പോകുന്ന തലങ്ങൾ അവിശ്വസനീയമാണ്. വിലപ്പെട്ടത് നേടുവാനോ പരിശ്രമം പോലുമില്ല. അപ്പൊ ജീവിതത്തിന്റെ കാര്യങ്ങളുടെ യഥാർത്ഥ മൂല്യം അറിയണമെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളെ മനസ്സിലാക്കണം. അതിനുള്ളിലാണതുള്ളത്. ദൈവവചനത്തിനുള്ളിലാണതുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കി, ഒന്ന് ദൈവരാജ്യത്തിന്റെ മൂല്യം, രണ്ട് അത് ഉപരിപ്ലവമായി, ദൈവരാജ്യം ഉപരിപ്ലവമായി കാണുന്ന ഒന്നല്ല. മൂന്നാമതായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? വ്യക്തികളായി മാത്രമേ അത് സ്വന്തമാക്കുവാൻ ആകത്തുള്ളൂ. മറ്റൊന്ന് നോക്കൂ, ദൈവരാജ്യമാണ് സന്തോഷത്തിന്റെ ഉറവിടം. യഥാർത്ഥ ആനന്ദം, സന്തോഷം, ജോയ്. I'm speaking about joy, not happiness. യഥാർത്ഥ സന്തോഷം, അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ് എന്നുള്ളതാണ് ഈ ഉപമകൾ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം. 44-ാം വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നാം കാണുന്നുണ്ട്, നിധി കണ്ടെത്തിയപ്പോൾ അയാൾക്ക് ലഭിച്ച സന്തോഷം. നിധി കണ്ടെത്തിയപ്പോൾ അയാൾക്ക് ലഭിച്ച സന്തോഷം. ആ സന്തോഷം നിമിത്തമാണ് അയാൾ എല്ലാം വിറ്റു, അയാൾക്കുള്ളതെല്ലാം വിറ്റു. ആ സന്തോഷമാണ് അതിന് കാരണം. ആ ഒരു ജോയ് ഓഫ് ദ ലോർഡ് ഈസ് our strength. ആ സന്തോഷം നോക്കൂ, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആഗ്രഹം എന്ന് പറയുന്നത് സന്തുഷ്ടരായിരിക്കുക, സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹം. ഈ ലോകം സന്തോഷത്തിനായി തിരിയുകയാണ്. ആളുകൾ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കും. കർത്താവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, യേശു യോഹന്നാനിലെ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് എന്താണ്? തന്റെ വാഗ്ദാനങ്ങൾ, താൻ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും മികച്ചത് സംഗ്രഹിച്ച് അവരോട് പറയുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അല്ലേ? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുവാൻ. അപ്പൊ ദൈവത്തിന്റെ സന്തോഷം നമ്മളിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. മറ്റെന്ത് നമ്മൾ തേടി, മറ്റെന്ത് നമ്മൾ കാറും വീടും ജോലിയും ഒക്കെ നമ്മൾ നേടിയാലും സുഹൃത്തുക്കളെ നമുക്ക് ഒരിക്കലും, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, തീർച്ചയായും എന്നെക്കാളും ജീവിതം അനുഭവിച്ച അനേകരുണ്ട് ഇവിടെ, അവർക്കറിയാം. ദൈവരാജ്യമാണ് സന്തോഷത്തിന്റെ യഥാർത്ഥ സ്രോതസ്. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 1:4. അവിടെ യോഹന്നാൻ പറയുകയാണ്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. എനിക്ക് വളരെ സങ്കടം, ബിക്കോസ് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ സന്തോഷം തേടിയിട്ടുള്ള യാത്ര ദൈവത്തെ നിരസിച്ചുകൊണ്ട്, സഭയെ നിരസിച്ചുകൊണ്ട്, പ്രാർത്ഥന നിരസിച്ചുകൊണ്ട്,
കൂട്ടായ്മകൾ നിരസിച്ചുകൊണ്ട് മറ്റ് പല സ്ഥലത്തും ഇത് അന്വേഷിച്ച് നടക്കുകയാണ്. അല്ലേ? നമ്മൾ ലോകത്തിൽ എവിടെ പോയി ഏതൊക്കെ ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നാലും, എത്ര വലിയ ബോയിങ്ങിൽ പറന്നാലും, എയർബസിൽ പറന്നാലും, എവിടെ പോയാലും, റിസോർട്ടുകളിൽ പോയി സമയം ചെലവഴിച്ചാലും, കടലിൽ പോയി സമയം ചെലവഴിച്ച് ക്രൂസിൽ പോയാലും, എവിടെ പോയാലും പ്രിയ സുഹൃത്തുക്കളെ, താൽക്കാലികം, നൈമിഷികം മാത്രമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ മാത്രമാണ് യഥാർത്ഥ സന്തോഷം. ദൈവരാജ്യത്തിൽ മാത്രമാണ്. അതൊരു ഭാര്യ, ഭർത്താവ്, കുടുംബം, എന്ന സഭ എന്ന നിലയിലൊക്കെ നമ്മൾ അത് ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഊന്നൽ. ഒരുമിച്ച് നമ്മൾ അതിനുള്ളിൽ, അതാണ് യഥാർത്ഥ സന്തോഷം. അതില്ല എങ്കിൽ എല്ലാം പോയി, നമ്മൾ ബാക്കി ഒന്നും ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, യോഹന്നാൻ 16:24 പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം പൂർണ്ണമാക്കുക, നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുക എന്നുള്ളത് യേശുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും വിശ്വാസത്തിലേക്ക് കടന്നു വരിക, പ്രാർത്ഥനയിൽ പങ്കാളികളാകുക, കൂട്ടായ്മകളിൽ പങ്കാളികളാകുക, വചനം പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അതൊരു ഭാരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് ആ നിധി കിട്ടിയിട്ടില്ല. അവർക്ക് നിധി കിട്ടിയാൽ അവർ സന്തോഷിക്കും. അവരുടെ നിധി അതല്ല. നോക്കൂ, റോമർക്കെഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 14-17-ാമത്തെ വാക്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചിട്ടും കാര്യമില്ല, ദൈവമില്ലെങ്കിൽ അതിനൊന്നും യാതൊരു പ്രയോജനവുമില്ല. സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ ദൈവരാജ്യം. റോമർക്കെഴുതിയ ലേഖനം തന്നെ 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 15:13 എന്താണ് പറയുന്നത് നോക്കൂ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? സകല സന്തോഷവും സമാധാനം. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ കണ്ടെത്തലിലും കർത്താവായ യേശുക്രിസ്തുവിലുമാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ സന്തോഷിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എപ്പോഴും സന്തോഷിപ്പില്ല എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും സന്തോഷവാന്മാരായിരിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മളല്ലേ ആ നിധി കണ്ടെത്തിയത്. അപ്പൊ നമ്മൾ ചോദിക്കണം, ആ സന്തോഷം നമ്മളിലുണ്ടോ? വേഗത്തിൽ പോകാം. മറ്റൊരു കാര്യം, മറ്റൊരു സത്യം ഈ ദൈവവചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഏത് സാഹചര്യത്തിൽ നിന്നും വ്യക്തികൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കും. ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ മനുഷ്യർക്ക് സാധിക്കും. തീർച്ചയായും ഈ രണ്ട് ഉപമകളിലും സമാനതകളുണ്ട്, ഒരുപോലെ ചില കാര്യങ്ങളുണ്ട്. രണ്ട് സാഹചര്യത്തിലും ഓരോ വ്യക്തികളുണ്ട്. രണ്ട് ഉപമകളിലും മൂല്യമുള്ളത് അവർ കണ്ടെത്തുന്നുണ്ട്. രണ്ട് ഉപമകളിലും അവർ ആ മൂല്യം മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് ഉപമകളിലും അവർ എന്തു വിലയും നൽകുവാൻ അവർ തയ്യാറാണ്. അപ്പൊ ചില സാമ്യതകളൊക്കെ ഉണ്ട് ഈ രണ്ട് ഉപമകൾ തമ്മിൽ. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട് ഈ രണ്ട് ഉപമകൾ തമ്മിൽ. സാമ്യതകൾ ഉള്ള പോലെ തന്നെ വലിയ വ്യത്യാസം ഒന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ ഉപമയിൽ ആ മനുഷ്യൻ പ്രതീക്ഷിക്കാതെയാണ് നിധി കണ്ടെത്തുന്നത്. ആകസ്മികമായിട്ടാണ് ആ മനുഷ്യൻ നിധി കണ്ടെത്തുന്നത്. രണ്ടാമത്തെ ഉപമയിൽ ആ മനുഷ്യൻ കൃത്യമായി തിരഞ്ഞു നടന്നാണ് കണ്ടെത്തുന്നത്. ആദ്യത്തെ ഉപമയിൽ ആകസ്മികമായിട്ട് ബൈ ആൻ ആക്സിഡന്റ്
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബൈ ആൻ ആക്സിഡന്റ് അത് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അത് കണ്ടെത്തും. എന്നാൽ മറ്റു മുത്തിന്റെ കാര്യത്തിൽ അങ്ങനല്ല, അത് അന്വേഷിച്ച് പിടിച്ചാണ് കണ്ടുപിടിച്ച് മേടിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ പറയുന്ന 2 സാഹചര്യങ്ങളാണ് ഇവിടെ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അറിയാതെ ആകസ്മികമായി ദൈവരാജ്യത്തെ കണ്ടുമുട്ടുന്നവരുണ്ട്, അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തുന്നവരുമുണ്ട്. ആകസ്മികമായി കണ്ടെത്തുന്നവരും ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ അവർക്കും സാധിക്കും. അന്വേഷിച്ച് പോകുന്നവർക്കും കണ്ടെത്തുവാൻ, അതിൽ കടക്കുവാൻ സാധിക്കും. വയലിലെ മനുഷ്യൻ, മിക്കവാറും ഈ മനുഷ്യൻ നിധി അന്വേഷിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇല്ലേ? ഏതൊരു ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ ചെയ്തു പോയി. അന്നും അവിടെ ഉഴുതു മറിക്കുകയോ എന്തോ പണിയുകയോ അല്ലെങ്കിൽ എന്തോ നടുകയോ എന്തോ ആയിരുന്നു. അയാൾ ആ വയലിൽ ഉണ്ടായിരുന്നു. ദൈനംദിനം അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണത്തിന് വേണ്ടിയുള്ള വേല അദ്ദേഹം ചെയ്തു വന്നു. അപ്പോ പക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടി. ഒരു ഭാഗ്യമായി അദ്ദേഹത്തിന്, ഒരു അനുഗ്രഹമായി അത് മാറി. അപ്പോ അങ്ങനെയുള്ള ആളുകളില്ലേ പ്രിയ സുഹൃത്തുക്കളെ? ആകസ്മികമായി, പ്രതീക്ഷിക്കാതെ ദൈവവചനം, അല്ലെ, നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒന്നിലും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ ദൈവ രാജ്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അന്വേഷിച്ചു പിടിച്ച ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസിനെ നോക്കൂ. കത്തിജ്വലിച്ച് കുതിരപ്പുറത്ത് ആളുകളെ കൊല്ലുവാനായി പോകുമ്പോൾ പെട്ടെന്ന് ഇതാ ദൈവം ഉടനെ കർത്താവ് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ കാരണമാവുകയും ചെയ്യും. ഇല്ലേ? മറ്റു പലരുണ്ട്, ഈ മുത്ത് അന്വേഷിച്ചു നടക്കുന്ന മറ്റു പലരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൽ ഒരു ഷണ്ഡനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഈ മുത്ത് അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി തന്നെ നമ്മൾ കൊർന്നേലിയസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹം ദൈവവചനം അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ ലിഡിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ജയിലറെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹവും അത് അന്വേഷിച്ചു. 17-ാമത്തെ അധ്യായം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിൽ ബെറിയക്കാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവര് അന്വേഷിച്ചവരാണ്. അപ്പൊ ദൈവവചനം, ദൈവരാജ്യത്തിലേക്ക് ആകസ്മികമായി ദൈവരാജ്യം മുന്നിൽ വന്ന് പെടുന്നവരുമുണ്ട്, അന്വേഷിച്ച് ദൈവരാജ്യം കണ്ടെത്തുന്നവരുമുണ്ട്. ഈ 2 സാഹചര്യത്തിലുമുള്ളവർക്കും അതിൽ കടക്കുവാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ദൈവരാജ്യത്തിലേക്ക് എത്ര അത്ഭുതകരമായ രീതിയിലൂടെയാണ് കർത്താവ് നമ്മളെ നടത്തിയിട്ടുള്ളത്. എത്ര മിറാക്കുലസ്ലി നമ്മുടെ മുന്നിൽ അതുകൊണ്ട് ദൈവം കാണിച്ചു തന്നു. നമ്മുടെ മക്കൾ വളർന്നു വരുന്നു, അവരും അതുപോലെ ദൈവമേ പ്രാർത്ഥിക്കണം. അവരും ദൈവമേ, ഈ ദൈവരാജ്യം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് അത് കാണുമ്പോൾ അവഗണിച്ച് നടന്നു പോകുവാൻ സാഹചര്യം ഉണ്ടാകരുത്. കുഞ്ഞിലെ നമ്മളുടെ ജീവിതം കണ്ട് അവരന്വേഷിക്കട്ടെ ദൈവരാജ്യം. അപ്പൊ ഇത് രണ്ടും സംഭവിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഉണ്മയിൽ നിന്ന് അവസാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടെ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു ഇടപാടുണ്ട്. ഒരു ഇടപാട് വഴിയാണ് ഈ ദൈവരാജ്യം സ്വന്തമാകുന്നത്. ഒരു ഇടപാട് നടക്കുമ്പോൾ മാത്രമേ ഈ ദൈവരാജ്യം നിധിയാണെങ്കിലും അത് മുത്താണെങ്കിലും അത് സ്വന്തമാക്കത്തുള്ളൂ. കാരണം ഇവിടെ ഒരു വാങ്ങൽ ഉൾപ്പെടുന്നുണ്ട്. കണ്ടോ? ഒരു വാങ്ങൽ ഉൾപ്പെടുന്നുണ്ട്. ഇല്ലേ? ചില ട്രാൻസാക്ഷനുകൾ നടക്കുന്നു. ദൈവരാജ്യം വാങ്ങണം. പണം കൊടുത്ത് ദൈവരാജ്യം വാങ്ങിക്കേ, അതല്ല. പണം കൊണ്ട് നടപ്പില്ല. പിന്നെ
ദൈവരാജ്യം, രക്ഷ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആരും പ്രശംസിക്കേണ്ടതിന് അതൊരു പ്രവൃത്തികളല്ല. നമ്മുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് നമുക്കത് സ്വന്തമാക്കുവാൻ കഴിയില്ല എന്ന് സത്യവേദ പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? എന്നിരുന്നാലും ഒരർത്ഥത്തിൽ നാം ദൈവരാജ്യം വാങ്ങണം. കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എങ്കിലും നമ്മൾ ദൈവരാജ്യം ഒരർത്ഥത്തിൽ വാങ്ങണം. പലപ്പോഴും നമ്മൾ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നതിന് ആധാരമായി നമ്മൾ പലപ്പോഴും ചെല്ലുന്ന ഒരു പഴയ നിയമ ഭാഗം യെശയ്യാവിന്റെ 55-ാമത്തെ അധ്യായം, ഐസയ ചാപ്റ്റർ 55. യെശയ്യാവിന്റെ 55-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ഇല്ലേ? കണ്ട ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും എന്നവിടെ എഴുതിയിട്ടുണ്ട്. അത് തീർച്ചയായും ദ്രവ്യവും വേണ്ട, വിലയും വേണ്ട, പക്ഷെ അവിടെ വാങ്ങണം, ഇല്ലേ? ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് ഇഷ്ടം പോലെ തിന്നോളുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ ഇഷ്ടം പോലെ വീഞ്ഞും പാലും എടുത്തു കുടിച്ചോളുവിൻ എന്നല്ല, വാങ്ങുവിൻ. പക്ഷെ ആ വാങ്ങൽ പണം ഉപയോഗിച്ചല്ല എന്ന് മാത്രം. പക്ഷെ ഒരു ഇടപാട് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ആ ഇടപാട്? നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് ഈ നിധി അല്ലെങ്കിൽ ഈ മുത്ത് ദൈവരാജ്യം സ്വന്തമാക്കുവാൻ നാം പകരം കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ കൊടുക്കണം. എല്ലാം നമ്മൾ കൊടുക്കണം. പലരും ചെയ്തിട്ടുള്ളത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആ മുത്ത് കൈവച്ചു, നമ്മൾ ആ നിധിയിൽ കൈവച്ചു, പക്ഷെ നമ്മൾ എല്ലാം കൊടുത്തിട്ടില്ല. അത് എല്ലാം കൊടുക്കാത്തിടത്തോളം കാലം, പ്രിയ സുഹൃത്തുക്കളെ, ഈ മുത്ത് സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. എന്താണ് നമ്മൾ പലരും പിടിച്ചു വെച്ചിരിക്കുന്നത്? സ്വഭാവങ്ങളാകാം, മറ്റു താല്പര്യങ്ങളാകാം, എന്ത് തന്നെയാണെങ്കിലും അത് വിട്ടുകളയാതെ, അതും കൂടെ കൊടുത്തല്ലാതെ ഇത് നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കത്തില്ല. നമ്മുടെ പക്കലുള്ളതെല്ലാം ലഭിപ്പാൻ, അവന്റെ പക്കലുള്ളതെല്ലാം നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ പക്കലുള്ളതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കണം. അതാണ് രക്ഷയുടെ ഇടപാടിന്റെ സാരം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, ലൂക്കോസ് 14:25 വാക്യം: എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് അവിടെ. നമ്മുടെ ജീവിതത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ നാം അവന് വേണ്ടി കൈമാറുന്ന ഒരു പ്രവൃത്തിയാണ് രക്ഷ. നമ്മുടെ ജീവിതത്തിലെ സർവവും അവനെ ഭരണാധികാരിയാക്കിക്കൊണ്ട് അവന് വേണ്ടി അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് രക്ഷ. ധനികനായ ഒരു ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: നിത്യജീവൻ, നിന്റെ രാജ്യത്തിൽ കടക്കുവാൻ, നിത്യജീവൻ ലഭിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇല്ലേ? നിങ്ങൾ പോയി നിങ്ങളുടെ പക്കലുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം എന്ന നിധി ലഭിക്കും, ആ മുത്തുക്ക് ലഭിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ അടുക്കൽ പോയി അവനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവാണെന്ന് സ്ഥിരീകരിക്കുവാൻ, എല്ലാം ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വലിയ സത്യം. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ രണ്ട് ഉപമകൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവരാജ്യം വിലപ്പെട്ടതാണ്. ആ ഒരു വില അത്ര മൂല്യമുള്ളതാണ് എന്ന രീതിയിലാണോ നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവരോട് അത് പറയുകയും ചെയ്യുന്നത്? ദൈവരാജ്യം മറഞ്ഞിരിക്കുകയാണ്. അത് ഉപരിതലത്തിൽ കിടപ്പില്ല.
ദൈവരാജ്യം വ്യക്തിപരമായി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ പൗരനാകുവാൻ സാധിക്കത്തുള്ളൂ. ദൈവരാജ്യം സന്തോഷകരമാണ്. ദൈവരാജ്യത്തിൽ മാത്രമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുമാണ് ദൈവരാജ്യത്തിൽ പലരും പ്രവേശിക്കുന്നത്, ഇല്ലേ? എന്നാൽ എല്ലായ്പ്പോഴും വില, ഇല്ലേ? യേശു ഒരു വില നമ്മൾ നൽകേണ്ടതുണ്ട്. എന്താണത്? അത് നമ്മുടെ സർവ്വവും നൽകണം, ഇല്ലേ? എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അപ്പൊ ഈ രണ്ട് ഉപമകളും നമ്മളോട് സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അത് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുകയും തിരുത്തേണ്ടത് തിരുത്തുവാനും കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് പറയേണ്ടത് പറയുവാനും ഒക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 കർത്താവെ വിളയുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാന്യ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.